അടുത്തതാണ് devolution of power and decentralized planning. So 1994 ഏപ്രിൽ മെയ് സമയങ്ങളിൽ നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള has enacted Kerala Panchayati Raj Act and Kerala Municipality Act. So this act was passed in order to implement the 73rd and 74th Amendment, which give constitutional status to the Panchayati Raj institutions in India. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 73rd and 74th അമെന്റ്മെന്റ് പ്രകാരം ഭരണഘടനാ പദവി നൽകിയിരുന്നു. ഓർമ്മ കാണുമല്ലോ, നമ്മുടെ 8th പ്ലാൻ സമയത്താണ് ഇത് നടപ്പിലാവുന്നത്. ആൻഡ് ഈ ഒരു ഭരണഘടനാ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കാനായിട്ട്, അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് പവേഴ്സ് പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും ഡെവല്യൂട്ട് ചെയ്യാനായിട്ടും, അതുപോലെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ഫോർമേഷൻ അത് രൂപീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഫോർമുലൈസ് ചെയ്യാനായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ 2 ആക്ട് പാസ്സാകുന്നുണ്ട് ഡ്യൂറിംഗ് ദ ഇയർ 1994. ആ നിലവിൽ നോക്കുവാണെങ്കിൽ 1200 ലോക്കൽ ഗവൺമെന്റ് കേരളത്തിലുണ്ട്. 941 പഞ്ചായത്ത്, 182 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻസ്. അങ്ങനെ 1200 ലോക്കൽ ഗവൺമെന്റ് നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഉണ്ടെന്ന് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ സി വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ലോക്കൽ ബോഡീസ് ഇൻ കേരള. കേരളത്തിലെ ലോക്കൽ ബോഡീസ് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്ന വെല്ലുവിളി ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് ആണ്. നമ്മുടെ ലോക്കൽ ബോഡീസിന് ധാരാളം റവന്യൂ പ്രൊട്ടക്ഷൻ ഉണ്ട്, ടാക്സ് കളക്ട് ചെയ്യാനുള്ള ധാരാളം പവേഴ്സ് ഉണ്ട്. എന്നാൽ ഈ പറഞ്ഞ ലോക്കൽ ബോഡീസ് പലപ്പോഴും ടാക്സ് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടാക്സ് മൊബിലൈസ് ചെയ്ത് സ്വയം പര്യാപ്തമായിട്ട് ശ്രമിക്കുന്നില്ല. മറിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഗ്രാന്റുകളെയാണ് എന്ത് പ്രധാനമായിട്ടും ലോക്കൽ ഗവൺമെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കുമ്പോ നമ്മുടെ ചില സമയങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചില സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് ലോക്കൽ ബോഡീസിലേക്ക്. അപ്പൊ അങ്ങനെ ചില സ്കീമിന്റെ ഫണ്ടിങ് ലോക്കൽ ബോഡിക്ക് കിട്ടും. അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഗ്രാന്റുകൾ, അസിസ്റ്റൻസ് തരമുണ്ട്. ഇവയായിരിക്കും എന്ത് പ്രധാനമായിട്ടും ലോക്കൽ ബോഡി ഫോക്കസ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഉള്ള റവന്യൂ പ്രൊട്ടക്ഷൻ ഹാർനസ് ചെയ്ത് അതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. അതുപോലെ തന്നെ ഇത് ലാസ്റ്റ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, 5th സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഉണ്ടായിരുന്നു. BA പ്രകാശ് ആയിരുന്നു അതിന്റെ ചെയർമാൻ. ആൻഡ് ഈ പറഞ്ഞ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷനിൽ there was a challenge. അതിന്റെ പല നിർദ്ദേശങ്ങളും ഗവൺമെന്റ് ഓഫ് കേരള അത് അംഗീകരിച്ചില്ല. ചിലതിലൊക്കെ ഗവൺമെന്റ് ചില ഒബ്ജക്ഷൻസ് മുന്നോട്ട് വെച്ചിരുന്നു. അത് പ്രധാനമായും ഫണ്ടിങ് മറ്റാണ്. ആൻഡ് യു ക്യാൻ സി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രധാനമായും 3 ഫണ്ട്സ് ആണ് ലോക്കൽ ബോഡിക്ക് കൊടുക്കുന്നത്. ജനറൽ പർപ്പസ് ഫണ്ട്, ദെൻ മെയിൻ്റനൻസ് ഫണ്ട്, ദെൻ ഡെവലപ്മെന്റ് ഫണ്ട്. സോ ജനറൽ പർപ്പസ് ഫണ്ട്, മെയിൻ്റനൻസ് ഫണ്ട്, ഡെവലപ്മെന്റ് ഫണ്ട്. ഇതിൽ ഡെവലപ്മെന്റ് ഫണ്ട് കൊടുക്കുന്നത് ബേസ്ഡ് ഓൺ ദ പ്ലാൻ ഔട്ട്ലേ ആണ്. നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ 14th പ്ലാനാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ പറഞ്ഞ പ്ലാനിലെ ഔട്ട്ലേ അനുസരിച്ച്, ഈ പ്ലാനിലെ വകയിരുത്തിയ തുക അനുസരിച്ച് ലോക്കൽ ബോഡിക്ക് ഫണ്ട് വ്യത്യാസമാകും. അതാണ് ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. അതുപോലെ ജനറൽ പർപ്പസ് ഫണ്ടും അതുപോലെ മെയിൻ്റനൻസ് ഫണ്ടും സർക്കാരിന്റെ വരുമാനത്തിനാണ് കൊടുക്കുന്നത്. സർക്കാരിന്റെ റവന്യൂ നിന്നാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞ വരുമാനം കൊടുക്കുന്നതിലാണ് പലപ്പോഴും ഒരു കണ്ടൻഷൻ, ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ദെൻ സെക്കൻഡ് ഈസ് lack of technological upgradation. ആൻഡ് ലോക്കൽ ബോഡീസ് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് നമ്മൾ പ്രത്യേകിച്ച് പഞ്ചായത്ത് ഏരിയയില്. മുനിസിപ്പാലിറ്റിയിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പഞ്ചായത്ത് ഏരിയയിൽ യു ക്യാൻ സി ഈ ബിൽ പേയ്മെന്റും അതുപോലെ ഡിഫറൻറ്റ് സർവീസസും ലഭിക്കുന്നതിന് ടെക്നോളജിക്കലായിട്ടുള്ള അപ്ഗ്രേഡേഷൻ പലപ്പോഴും ലോക്കൽ ബോഡീസിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഈ KSmart പോലുള്ള ആപ്പുകൾ ഇപ്പോ ലോഞ്ച് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്രാമസഭ. നമ്മുടെ ഗ്രാമസഭകളിലുള്ള വ്യക്തികളുടെ പങ്കാളിത്തം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലാക്ക് ഓഫ് ഡെവല്യൂഷൻ ഓഫ് പവർ
ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ്. സോ നമ്മുടെ ലോക്കൽ ബോഡിക്ക് ടാക്സേഷൻ പവർ ഉണ്ട് എന്ന് പറഞ്ഞാലും വലിയ രീതിയിലുള്ള പവർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം പല സംസ്ഥാനങ്ങളും, ഇവിടെ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന ഗവൺമെന്റ് were not ready to secede their power or not ready to devolve their financial power to local body. ബാക്കിയുള്ള പവേഴ്സ് കൊടുക്കാൻ താല്പര്യമുണ്ട്. ലൈക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു സ്കീമിന്റെ നടത്തിപ്പോ ഇംപ്ലിമെന്റേഷനോ അതൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്യാം. അതല്ലാതെ സാമ്പത്തിക സ്രോതസ് അത് ഷെയർ ചെയ്യാനായിട്ട്, അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പല സംസ്ഥാന ഗവൺമെന്റും റെഡിയല്ല. ഒരു ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ടാക്സ്, ഇന്ന് കേരളത്തിൽ പറയുമ്പോൾ പ്രൊഫഷണൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് ലോക്കൽ ബോഡിയാണ്. എന്നാൽ അത് എങ്ങനെ തീരുമാനിച്ചത്? 94 കേരള മുനിസിപ്പാലിറ്റി ആക്ട്, പഞ്ചായത്ത് രാജ് ആക്ട്, ആ സമയത്താണ് എന്ത് സംസ്ഥാന ഗവൺമെന്റ് ഈ പ്രൊഫഷണൽ ടാക്സ് കളക്ട് ചെയ്യുന്ന അധികാരം ലോക്കൽ ബോഡിക്ക് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. അതുപോലെ മുന്നേ ഗവൺമെന്റ് കളക്ട് ചെയ്ത ടാക്സുകളൊക്കെ ഈ പറഞ്ഞ ലോക്കൽ ബോഡിക്ക് കൊടുക്കാനായിട്ട്, ചില ടാക്സ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ എല്ലാ സംസ്ഥാനത്തും അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായെന്ന് പറയാൻ കഴിയില്ല. ചില സംസ്ഥാനങ്ങളിൽ പ്രൊഫഷണൽ ടാക്സ് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ കളക്ട് ചെയ്യുന്നത്, ലോക്കൽ ബോഡിക്ക് എന്താ റോളില്ല. സോ സംസ്ഥാന ഗവൺമെന്റ് ഡെവല്യൂഷൻ ബന്ധപ്പെട്ടിരിക്കും ഈ പറഞ്ഞ ഫിനാൻഷ്യൽ എംപവർമെന്റ് ഓഫ് ലോക്കൽ ബോഡീസ്. അതൊരു ചലഞ്ചാണ്. അതേപോലെ ലാക്ക് ഓഫ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് അലോക്കേറ്റഡ് ഫണ്ട്സ്, ഇത് പലപ്പോഴും കാണുന്ന ഒരു ഇഷ്യൂ ആണ്. നമ്മുടെ ലോക്കൽ ബോഡീസിന് നമ്മുടെ ഗവൺമെന്റ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യും, ആൻഡ് ഈ ഫണ്ട് എന്ത് ചെയ്തു ലാബ്സ് ആയിപ്പോ. നമ്മുടെ പന്തളം മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂ ആയിരുന്നു. അപ്പം ഇതുപോലെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയും അതുപോലെ സെൻട്രൽ ഗവൺമെന്റും ഫണ്ട് അലോക്കേറ്റ് ചെയ്തു, ആൻഡ് ഈ ഫണ്ട് അലോക്കേഷൻ ഉപയോഗിക്കാത്തതുകൊണ്ട്, വിനിയോഗിക്കാത്തതുകൊണ്ട് ആ ഫണ്ട് എന്ത് ചെയ്തു ലാപ്സ് ആയി പോയിട്ട് കാണാൻ കഴിയും പല സ്കീംസിന്റെയും നടത്തിപ്പിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന മറ്റൊരു ഇഷ്യൂ ആണ് ബ്യൂറോക്രാറ്റിക് ഇന്റർവെൻഷൻ. സോ നമ്മുടെ പഞ്ചായത്ത് ബോഡി എടുക്കുമ്പോൾ there are രണ്ട് ഒരു പോൾ വരുന്നുണ്ട്. ഒന്ന് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധിയായിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്. അതുകൂടാതെ തന്നെ ആ ലോക്കൽ ബോഡിയുടെ ഹെഡ് വരുന്നുണ്ട്. ഇവ രണ്ടുപേരും തമ്മിൽ എന്താ പലപ്പോഴും ഒരു കൺവെൻഷൻ, ഒരു കോൺഫ്ലിക്റ്റ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ആൻഡ് പലപ്പോഴും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അലിനേഷൻ ഈ പറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ഈ ഭരണ നിർവഹണം പലപ്പോഴും തടസ്സപ്പെടും. കാരണം ഈ പറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒപ്പ് പല ഫണ്ടിലും, പല ഫണ്ട് സാങ്ഷൻ ചെയ്യുന്നതിലും, അതുപോലെ തന്നെ പല നിയമം പാസ്സാക്കുന്നതിനെല്ലാം എന്താ അവരുടെ ഒരു സിഗ്നേച്ചർ ആവശ്യമാണ്, അല്ല അവരുടെ ഒരു അംഗീകാരം ആവശ്യമാണ്. സോ പലപ്പോഴും എന്താ ഈ ഒരു ബ്യൂറോക്രാറ്റിക് ഇന്റർവെൻഷൻ നമുക്ക് കാണാം. പല പഞ്ചായത്ത് അല്ലെങ്കിൽ പല ലോക്കൽ ബോഡികളിലും ദർ ഈസ് എൻ ഇഷ്യൂ ഓഫ് ദിസ് ബ്യൂറോക്രാറ്റിക് ഇന്റർവെൻഷൻ. നമ്മുടെ ഉള്ള ആരും ഇല്ലെന്ന് തോന്നുന്നു, നമ്മുടെ ഉള്ള ആൾക്കാരെല്ലാം നല്ല ആൾക്കാരാണ്, അങ്ങനല്ല. ദർ ആർ സം ഇഷ്യൂസ് പലപ്പോഴും കാണുന്നതാണ്. പ്രത്യേകിച്ച് പന്തളം മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഇഷ്യൂ ആണ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രോഗ്രാംസ് ആൻഡ് സെൻട്രലി സ്പോൺസേർഡ് പ്രോഗ്രാംസ്. ഇപ്പോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ചില സമയങ്ങളിൽ ഒരേ മാതിരിയുള്ള സ്കീംസ് ലോഞ്ച് ചെയ്യും. അപ്പം അങ്ങനെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പലപ്പോഴും സ്കീംസ് സ്കീംസ് അനൗൺസ് ചെയ്യുമ്പോൾ അത് പൊതുവെ ഏരിയ സ്പെസിഫിക് ആണെന്നില്ല, ഒരു വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ അപ്രോച്ച് ആണ്. എല്ലാവർക്കും ഒരേപോലെ ഒരു സ്കീമാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോ ഒരു ലോക്കൽ ഏരിയയുടെ കൃത്യമായ ഇഷ്യൂസ് അഡ്രസ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. സോ ദേ വിൽ ബി ലോഞ്ചിങ് സ്കീംസ്, പക്ഷെ ഈ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഏരിയ സ്പെസിഫിക് സ്കീംസ് പലപ്പോഴും ഉണ്ടാവാറില്ല. സോ ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇഫ് യു വാണ്ട് യു ക്യാൻ ആഡ് യുവർ സജഷൻസ് ആൾസോ. സോ സിൻസ് യു ആർ വർക്കിംഗ് ഓർ സിൻസ് യു ആർ എൻഗേജ്ഡ് ഇൻ ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഏരിയ, അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ഈ പറഞ്ഞ കൂടാതെ തന്നെ യു മേ came across some more challenges, and if you want you can add these challenges. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം, അല്ലെങ്കിൽ ഇപ്പൊ പറയാം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഇതിലുണ്ടോ? ഡു യു വാണ്ട് ടു ആഡ് എനിത്തിങ് മോർ? സാറേ, ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് വെച്ചാല് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇതാണ് ലോക്കൽ ബോഡീസ്. പക്ഷെ അത്
ഓർഗനൈസ്ഡ് രീതിയിൽ ചെയ്യാനുള്ള സമയം ഒരിക്കലും ലോക്കൽ ബോഡീസിന് കിട്ടാറില്ല. കാരണം എല്ലാം ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് സ്കീം ആയാലും പല സെൻട്രൽ ഗവൺമെന്റ് സ്കീം പോലും ഇപ്പൊ പഞ്ചായത്ത് വഴി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം PM വിശ്വകർമ്മ എന്ന് പറയുന്ന സ്കീം ഒക്കെ ലേറ്റസ്റ്റ് എക്സാമ്പിളാണ്. അതൊക്കെ ലോക്കൽ ബോഡി വഴിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പല ജനകീയമായിട്ടുള്ള സ്കീംസ് എല്ലാം ചെയ്യുന്നത് പഞ്ചായത്ത് വഴിയാണ്. അതെ, പക്ഷെ ഇംപ്ലിമെന്റ് ഉണ്ടാവാറുണ്ട്, ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. ഓർഗനൈസ് ചെയ്ത് ചെയ്യാനുള്ള സമയം ഒരിക്കലും പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ LSGAs കൊടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ അതിനകത്ത് സഫർ ആവും. അപ്പൊ അതൊരു ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് എല്ലാവരും. അതെ, തീർച്ചയായും. അതാ പറഞ്ഞ ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീംസ് പലപ്പോഴും നടത്തിപ്പിലുള്ള ഒരു ഇഷ്യൂ നമുക്ക് പലപ്പോഴും കാണാം. അത് ലോക്കൽ ബോഡീസിന്റെ കൃത്യമായ ഇംപ്ലിമെന്റേഷൻ അവിടെ പലപ്പോഴും കാണാറില്ല. അതൊരു ചലഞ്ചായിട്ട് നമുക്ക് പറയാവുന്നതാണ്, തീർച്ചയായും. ദെൻ എനിത്തിങ് വേറെ എന്തെങ്കിലും ഉണ്ടോ? എനി അഡീഷൻസ്? ഇതേ ഉള്ളോ? നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നല്ലേ? സ്റ്റാഫിന്റെ എണ്ണം കുറവ് അതൊരു വിഷയമാണ്. തീർച്ചയായും. അണ്ടർ സ്റ്റാഫിങ് അതെടുത്ത് പറയാവുന്ന കേട്ടോ. തീർച്ചയായും പറയാവുന്നതാണ്. അണ്ടർ സ്റ്റാഫിങ് ഇൻ ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, പ്രത്യേകിച്ച് പഞ്ചായത്ത് ഏരിയയിലൊക്കെ, പഞ്ചായത്ത് വകുപ്പുകളിൽ അല്ല പഞ്ചായത്ത് ഏരിയയിലൊക്കെ ഈ ഇടയ്ക്ക് തന്നെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, വാർത്ത ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ പഞ്ചായത്തിലൊക്കെ സ്റ്റാഫുകളുടെ എണ്ണം വളരെ കുറവാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഡിമാൻഡൊക്കെ വളരെ കുറവാണ് സ്റ്റാഫ്. അപ്പൊ ഇങ്ങനെ സ്റ്റാഫിന് എണ്ണം കുറയുമ്പോൾ എന്താ കുഴപ്പം? പല സ്കീംസും അല്ലെങ്കിൽ പല പ്രോഗ്രാംസ് നടപ്പിലാക്കുന്നതിൽ ഡിലേ വരും. അതുപോലെ പഞ്ചായത്തിന്റെ സർവീസുകൾ ആൾക്കാർക്ക് എത്തുന്നതിൽ ഒരു ഡിലേ വരും. അത് തീർച്ചയായും കോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അണ്ടർ സ്റ്റാഫിങ് അത് നമുക്ക് തീർച്ചയായും കോട്ട് ചെയ്യുന്നതാണ്. വെരി ഗുഡ്. അതുപോലെ സാറേ, പഞ്ചായത്തിനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാതെ ഓരോ വാർഡിനാണ് എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പ്രയോറിറ്റി, സാറ് പറഞ്ഞതുപോലെ പ്രയോറിറ്റി ഉള്ള മേഖലയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുവാണെങ്കിൽ കുറെ ഡെവലപ്മെന്റ് നടക്കും. അങ്ങനെ പലയിടത്തും നടക്കുന്നില്ല. ഓക്കെ, അത് പറയാം. ഈ പറഞ്ഞ വാർഡ് തലത്തിലുള്ള ഫണ്ടിങ് മാറിയിട്ട് ഒരുമിച്ച് കൊടുക്കുക, പൂൾ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പ്രയോറിറ്റീസ് ആളുകൾ കൊടുക്കുക. പക്ഷെ മറ്റു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാർഡിലും എത്തുക, അതാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആ ഫണ്ടിങ് നിർത്തുന്ന വെച്ചാൽ എല്ലാ വാർഡിലേക്കും ഈ പറഞ്ഞ ഫണ്ടിങ് എത്തുക എന്നാണ് ഈ ഒരു രീതിയിൽ ഫണ്ട് കൊടുത്തേക്കുന്നത്. മറ്റേ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് സജഷൻ രീതിയിൽ. ഒരു സജഷൻ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. എന്ത് ഈ പറഞ്ഞ ഫണ്ടിങ് ഇങ്ങനെ ആക്കുക എന്നുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് ദ ചലഞ്ചസ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ആഡ് മോർ, എന്ത് ചെയ്യാം, നേരത്തെ ആഡ് ചെയ്യാം. ഇത് കൂടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനൊപ്പം തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. Then you can see the tax and non-tax revenues of local government. നമ്മുടെ ലോക്കൽ ബോഡീസിന്റെ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂസ് നമുക്ക് നോക്കാം. ദ ടാക്സ് റവന്യൂസ് പറയുമ്പോൾ പ്രധാനമായിട്ട് വരുന്നത് പ്രോപ്പർട്ടി ടാക്സ് ഒക്കെയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, കെട്ടിട നികുതി, വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ. ഇപ്പം പഞ്ചായത്ത് ഏരിയയിലോ മുനിസിപ്പാലിറ്റി ഏരിയയിലോ ബിൽഡിങ്സോ കൊമേഴ്ഷ്യൽ ബ്ലോക്സോ ഹൗസസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മേലെ ദേ നീഡ് ടു പേ ടാക്സ്. അതാണ് ഈ പറഞ്ഞ പ്രോപ്പർട്ടി ടാക്സ് പറഞ്ഞ. ദെൻ പ്രൊഫഷണൽ ടാക്സ്, ഇൻകം ടാക്സ് കൂടാതെ കൊടുക്കേണ്ട ഒരു ടാക്സ് ആണ് പ്രൊഫഷണൽ ടാക്സ്. ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ അയാൾ കൊടുക്കേണ്ട ഒരു ടാക്സ് ആണ് പ്രൊഫഷണൽ ടാക്സ്. ആൻഡ് യു ക്യാൻ സി നിലവിൽ പ്രൊഫഷണൽ ടാക്സിന്റെ ക്യാപ്പിംഗ് 2500 രൂപയാണ്. 2500 രൂപയാണ് ഒരു വർഷത്തെ ക്യാപ്പിംഗ്. ആൻഡ് ദ റീസെന്റ് ഫിനാൻസ് കമ്മീഷൻ, നമ്മുടെ 15th ഫിനാൻസ് കമ്മീഷൻ ഈ പറഞ്ഞ പ്രൊഫഷണൽ ടാക്സ് ഇൻക്രീസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സോ 2500 രൂപയാണ് നിലവിലെ ക്യാപ്പിംഗ്. ഇത് കൂട്ടിയിട്ട് 12,000 വരെ, അപ് ടു 18,000 റുപ്പീസ് വരെ ഇൻക്രീസ് ചെയ്യാനായിട്ട് 15th സെൻട്രൽ ഓർ യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ, നമ്മുടെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനനുസരിച്ച് നമ്മുടെ കേരള ഗവൺമെന്റും ഈ ഇടയ്ക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നു. എന്താ, ഈ പറഞ്ഞ പ്രൊഫഷണൽ ടാക്സ് അത് നിലവിലുള്ള 2,500 കൂടിയിട്ട് 12,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യണമെന്ന്. നോക്കുമ്പോൾ
ഇൻകം എത്രയാണെങ്കിലും, ഇപ്പൊ ഹൈ ഇൻകം ഒക്കെ ഉണ്ടെന്ന് വെച്ചോ, സപ്പോസ് ഒരു വ്യക്തിക്ക് 1.5 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നു ഒരു മാസം എന്ന് വിചാരിക്കാം. അയാൾ കൊടുക്കുന്ന ഇൻകം എത്ര, അയാൾ കൊടുക്കുന്ന ടാക്സ് എത്രയാണ്? 2500 രൂപയാണ്. അതേപോലെ സപ്പോസ് ഒരാൾക്ക് 50,000 എന്ന് വെച്ചോ, അവരുടെ ടാക്സും 2500 ആണ്. സോ നോക്കുമ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഇൻകം, കാരണം ഇതിന് സ്ലാബുകൾ കുറവാണ്. ഈ പറഞ്ഞ ഇൻകം ടാക്സ് പോലെ ഉയർന്ന സ്ലാബ് ഒന്നുമില്ല, ഫ്യൂ സ്ലാബ്സ് മാത്രമേ ഇതിനുള്ളൂ. അതുകൊണ്ട് തന്നെ മിനിമം വരുന്നത് 1250 മിനിമം വരുന്നത് 1250, മാക്സിമം 2500 ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഇൻകം ഉള്ള ആളുകൾക്ക്, ഉയർന്ന വരുമാനമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇതിന്റെ ഷെയർ ഇൻക്രീസ് ചെയ്യാനാണ് ഇപ്പോ കേരള ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത്, റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. കാരണം ചെയ്യേണ്ടത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ ആക്ട് അല്ലെങ്കിൽ ഈ ഒരു നിയമം ഭേദഗതി ഉൾപ്പെടുത്തേണ്ടത്. സോ ദാറ്റ് ഈസ് പ്രൊഫഷണൽ ടാക്സ്. ദെൻ എന്റർടൈൻമെന്റ് ടാക്സ്. നമ്മുടെ പഞ്ചായത്ത് ഏരിയ നടക്കുന്ന അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഏരിയ നടക്കുന്ന മേളകളോ സർക്കസോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ പ്രദർശനമോ ഇവിടൊക്കെ എന്ത് ചെയ്യാം, the local government can impose tax. Then സേവന ഉപനികുതി, സർവീസ് സബ് ടാക്സ്. നമ്മുടെ പഞ്ചായത്ത് നൽകുന്ന സർവീസിന് വേണ്ടിയിട്ട് അവർക്ക് ലഭിക്കാൻ കഴിയുന്ന ഒരു ടാക്സ് ആണ് സർവീസ് സബ് ടാക്സ്. അതുകൂടാതെ there are some നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. അതുപോലെ തന്നെ ടാക്സ് റവന്യൂ പറയുമ്പോൾ ഈ പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ അടയ്ക്കുമ്പോഴേ ഇത് ചില കമ്പനീസ് അഡിഷൻ വരുന്നുണ്ട്, ലൈക്ക് ലൈബ്രറി ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട്. യു ക്യാൻ സി, നിങ്ങൾ പ്രോപ്പർട്ടി ടാക്സ് അടച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. വീട്ടുകാരൊക്കെ അടയ്ക്കുമ്പോൾ കെട്ടിടത് കൂടാതെ ആ കാര്യത്തിനൊപ്പം തന്നെ നമ്മുടെ ലോക്കൽ ബോഡീസിൽ നമുക്കറിയാം ദേ ആർ ഇനിഷ്യേറ്റിംഗ് സിറ്റിംഗ് ഓഫ് ലൈബ്രറി, അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചില എക്സ്ട്രാ ചാർജ് ഉൾപ്പെടെ അതിലൂടെ വരുന്നുണ്ട്. ദെൻ നോൺ ടാക്സ് റവന്യൂ ഇൻക്ലൂഡ് ലൈസൻസ് ഫീ വരുന്നുണ്ട്. ഇപ്പൊ ചില ബിൽഡിങ്ങിന്റെ പെർമിറ്റ് ലൈസൻസ്, അതുപോലെ ചില നിർമ്മാണത്തിന്റെ ലൈസൻസ്, അതിനൊക്കെ എന്താ ഫീസ് ഈടാക്കുന്നുണ്ട്. ദെൻ റെന്റൽ ഇൻകം ഫ്രം പ്രോപ്പർട്ടി, പഞ്ചായത്തിന്റെ തന്നെ ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ റെന്റൽ ഇൻകം വരുന്നുണ്ട്. മാർക്കറ്റ് ഫീ ഫോർ പബ്ലിക് മാർക്കറ്റ്, നമ്മുടെ വിപണി ഉണ്ടല്ലോ, ചന്ത, അപ്പൊ അതിനുവേണ്ടിയുള്ള അവിടെയുള്ള മാർക്കറ്റ് ഫീ ഉണ്ട്. ദെൻ പബ്ലിക് ഹോൾട്ടിംഗ് പ്ലേസ് ഫീ, ഈ പറഞ്ഞ എന്താണ് ഈ പാർക്കിംഗ് പോലുള്ള ഫീസ് വരുന്നുണ്ട്. ദെൻ പബ്ലിക് സ്ലോട്ടർ ഹൗസ് ഫീ, നമ്മുടെ അറവുശാലകളുടെ ഫീസ് വരുന്നു. ദെൻ പ്രൊസീഡ്സ് ഫ്രം ദ സെയിൽ ഓഫ് റൈറ്റ് ടു കളക്ട് റിവർ സാൻഡ്, നമ്മുടെ മണ്ണ് റിവറിൽ നിന്ന് ഖനനം ചെയ്യുന്നതിന് അതിനുള്ള റൈറ്റിനുള്ള ഫീസ് ഉണ്ട്. ദെൻ ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് ഉണ്ട്, രജിസ്ട്രേഷൻ ഫീസ്, സർവീസ് ഓർ യൂസർ ചാർജസ്, ഫൈൻസ് ആൻഡ് പെനാൽറ്റി. ഇതൊക്കെയാണ് ലോക്കൽ ബോഡീസ് കളക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട നോൺ ടാക്സ് റവന്യൂസ്. അറിഞ്ഞിരിക്കുക, ചോദിക്കാവുന്നതാണ്. വിച്ച് ഓർ ദ ഫോളോയിങ് പ്ലിൻസിനകത്ത് ആർ ദ ടാക്സ് റവന്യൂസ് ഓർ നോൺ ടാക്സ് റവന്യൂസ് ഓഫ് ലോക്കൽ ബോഡീസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മെയിൻസിനകത്ത് ചോദിക്കാം, ലിസ്റ്റ് ഡൗൺ ദ വേരിയസ് ടാക്സ് ആൻഡ് നോൺ ടാക്സ് ഓഫ് ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. സോ ഇതൊക്കെ വായിച്ചു വെക്കുക, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ഇതൊന്ന് വായിച്ചു വെക്കുക. ദെൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു മേജർ ഇനിഷ്യേറ്റീവ് ആയിരുന്നു പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ഡ്യൂറിങ് 1996. നമ്മൾ പറയുന്ന ജനകീയ ആസൂത്രണം. So this was a movement towards decentralized planning and governance at the sub-state level. നമ്മുടെ കേരളത്തിലെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, നമ്മൾ പറയുന്ന വികേന്ദ്രീകൃത ആസൂത്രണം, അതിനാണ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ തുറന്നു കൊടുക്കുന്നത്. സോ 94 പഞ്ചായത്ത് രാജ് ആക്ടും മുനിസിപ്പാലിറ്റി ആക്ടും കൊണ്ടുവന്നത്. അപ്പൊ അതിനുശേഷം ലോക്കൽ ബോഡിക്ക് നമ്മുടെ ആഫ്റ്റർ ദ അമെൻമെന്റ് ഓഫ് 73rd and 74th ഭരണഘടന പദവി കിട്ടി. ആൻഡ് ഈ പറഞ്ഞ ലോക്കൽ ബോഡികളെ സ്ട്രെങ്തൻ ചെയ്യുക, അവയുടെ റിലവൻസ്, അവയുടെ ഇമ്പോർട്ടൻസ് ഇംപ്രൂവ് ചെയ്യുക, അതാണ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിനിൽ ഗവൺമെന്റ് എയിം ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി, ഈ ഒരു പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിനിങ്ങിൽ പേര് പോലെ തന്നെ പബ്ലിക് ഇൻവോൾവ്മെന്റ് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇപ്പം ലോക്കൽ ബോഡിയുടെ നടത്തിപ്പില് അല്ലെങ്കിൽ ലോക്കൽ ബോഡികളുടെ വർക്കിങ്ങില് എന്ത് ചെയ്യുക, പബ്ലിക് പാർട്ടിസിപ്പേഷൻ വയ ഗ്രാമസഭാസ്, നമ്മുടെ ഗ്രാമസഭകൾ വഴി പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുകയാണ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ എയിം ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി
this People's Plan campaign focus on local level planning ആണ്. അതായത് ജനങ്ങൾ അവർക്ക് വേണ്ട ഡെവലപ്മെന്റ് അജണ്ട സെറ്റ് ചെയ്യുന്നു. സോ ഏതൊക്കെ ഏരിയാസ് അഡ്രസ് ചെയ്യണം, ഏതൊക്കെ ഇഷ്യൂസ് ഫോക്കസ് ചെയ്യണം എന്നെന്ത് ചെയ്യുന്നു, ജനങ്ങൾ തീരുമാനിക്കുകയാണ്. സോ ജനങ്ങൾ അവർക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നു, അവർക്ക് വേണ്ട അവരുടെയുള്ള ഇഷ്യൂസ് അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നു. ദാറ്റ് ഈസ് ദ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ. അതുപോലെ തന്നെ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ 96 ലോഞ്ച് ചെയ്തപ്പോൾ in order to increase the financial empowerment of local bodies, നമ്മുടെ ലോക്കൽ ബോഡികളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എംപവർമെന്റ് ഉറപ്പുവരുത്താനായിട്ട് 35 to 40% ഓഫ് ദ സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ബഡ്ജറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു, ലോക്കൽ ബോഡിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് ആ സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അവരാണ് ഈ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ അത് സൂപ്പർവൈസ് ചെയ്യുന്നത്. ജനകീയാസൂത്രണം എന്ന ഇനിഷ്യേറ്റീവ് സൂപ്പർവൈസ് ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ പ്ലാനിംഗ് ബോർഡുമാണ്. ആൻഡ് യു ക്യാൻ സി ദിസ് വാസ് എൻ ഇനിഷ്യേറ്റീവ് ഫോർ ഡീപ്പനിങ് ദ ഡെമോക്രസി ഓർ ദ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡെമോക്രസി, ലോക്കൽ ലെവലിലായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പബ്ലിക് ഇൻവോൾവ്മെന്റ്. അതായിരുന്നു പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിനിന്റെ പ്രത്യേകത. സോ ദിസ് പ്ലാൻ വാസ് ലോഞ്ച്ഡ് മെയിൻലി ആസ് പെർ ദ പ്രപ്പോസൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സോ നമ്മുടെ 9th പ്ലാൻ വരുന്നതിന് മുന്നേ ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഈസ് റിക്വസ്റ്റിംഗ് എവറി സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഡെവലപ്പ് എ സ്ട്രാറ്റജി ടു ഇൻക്രീസ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ ദ ഡെവലപ്മെന്റ് പ്രോസസ്. സോ 96 സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സംസ്ഥാനത്തിൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഉള്ള വേരിയസ് പ്രോഗ്രാംസോ ഒരു ക്യാമ്പയിൻസ് ലോഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തില് ഈ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിന് ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് നൗ യു ക്യാൻ സീ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഇൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. സോ നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങില് വരുന്ന പാർട്ടീസ് ആരൊക്കെയാന്ന് നോക്കാം. ദ മെയിൻ പാർട്ടി അത് ഗ്രാസ് റൂട്ട് ലെവൽ ഗ്രാമസഭയാണ്. സോ ഏറ്റവും താഴെത്തട്ടി വരുന്ന ഒരു ബോഡിയാണ് ഗ്രാമസഭ. അതുപോലെ തന്നെ ദേ വിൽ ബി നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്, നമ്മൾ പറയുന്ന അയൽക്കൂട്ടങ്ങളുണ്ട്. നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് അവർക്ക് കിട്ടുന്ന ഫണ്ടിന്റെ ഒരു വിഹിതം വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് വകയിരുത്തണം. നമ്മൾ കണ്ടിരുന്നു, ബഡ്ജറ്റ് പറഞ്ഞാണ് കേരളത്തിലാണ് ആദ്യമായിട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലെവലില് ഒരു വുമൺ കോമ്പണന്റ് പ്ലാന് വരുന്നത്. ഈവൻ ബിഫോർ ദ ലോഞ്ച് ഓഫ് ജെൻഡർ ബഡ്ജറ്റ്. ജെൻഡർ ബഡ്ജറ്റ് എന്ന ഇനിഷ്യേറ്റീവ് ഇന്ത്യയിൽ വരുന്നതിന് മുന്നേ തന്നെ 2005 സമയത്താണ് ജെൻഡർ ബഡ്ജറ്റ് എന്ന ഇനിഷ്യേറ്റീവ് വരുന്നത്. അതിന് മുന്നേ തന്നെ ലോക്കൽ ലെവലില് വുമൺ കോമ്പണന്റ് പ്ലാൻ എന്നൊരു ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തു. ആൻഡ് ഈ പറഞ്ഞ വുമൺ കോമ്പണന്റ് പ്ലാന് അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് അയൽക്കൂട്ടങ്ങളെ ഗവൺമെന്റ് തിരഞ്ഞെടുത്തേക്കുന്നത്. അതിന് ഇതുകൂടാതെ തന്നെ there will be resource persons like the persons from KILA who coordinates the training activity of local government. നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികൾക്ക്, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രതിനിധികൾക്ക് കില എന്നൊരു ബോഡിയുണ്ട്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ആൻഡ് ദാറ്റ് ഈസ് പ്രൊവൈഡിങ് ട്രെയിനിങ് ടു ദ മെമ്പേഴ്സ്. ഈ പറഞ്ഞ പഞ്ചായത്ത് പ്രതിനിധികൾക്ക് ട്രെയിനിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ there will be conduction of different development seminars. ഈ പറഞ്ഞ പഞ്ചായത്ത് ഏരിയയില് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏരിയയില് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലെവലില് വരേണ്ട വികസന അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് ഡെവലപ്മെന്റ് സെമിനാർസ് ആർ കണ്ടക്ടഡ് അറ്റ് ദ വേരിയസ് ലെവൽ അറ്റ് ദ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്. അതുപോലെ തന്നെ there is a task force or working group set by the government to focus on the working of the development agenda of a local area. ലോക്കൽ ഏരിയയുടെ ഡെവലപ്മെന്റ് അജണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന അജണ്ട നോക്കാനായിട്ട് അത് നടത്തിപ്പിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യുന്നതാണ് ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ there is an expert committee which provide technical advice to പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ പഞ്ചായത്ത് രാജ് ബോഡീസിന് ടെക്നിക്കൽ അഡ്വൈസ് നൽകുന്ന എക്സ്പെർട്ട് കമ്മിറ്റീസ് ഇതിന് ഭാഗം വരുന്നുണ്ട്. ആൻഡ് ഇവരാണ് പലപ്പോഴും പഞ്ചായത്ത് രാജ് പ്രപ്പോസ് ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് അതിന്റെ കൃത്യമായ വെറ്റിങ്, അതുപോലെ അതിന് അസിസ്റ്റൻസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നത്. Then at the district level there is district planning committee ഉണ്ട്.
ആൻഡ് അത് കഴിഞ്ഞ് ദർ ഈസ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. പഞ്ചായത്ത് രാജ് ബോഡീസിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. നോക്കുമ്പോൾ നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് ആക്ട്, കേരള മുനിസിപ്പാലിറ്റി ആക്ട്, അതിനകത്ത് ഇവയെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 73rd and 74th അമെന്റ്മെന്റ്, അതില് സംസ്ഥാന തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ ഇവയൊക്കെ രൂപീകരിക്കാനായിട്ട് നമ്മുടെ അമെന്റ്മെന്റിൽ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് ടു കണ്ടക്ട് ദ ഇലക്ഷൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ കേരള. Then there is state finance commission ഉണ്ട്. That is mainly aiming to focus, that is mainly aiming to devolute or recommend the funds between state and local body. സംസ്ഥാന ഗവൺമെന്റും ലോക്കൽ ബോഡിയും തമ്മിലുള്ള ഫണ്ട് അലൊക്കേഷൻ, അതാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ദർ ഈസ് ഒംബുഡ്സ്മാൻ. ഒംബുഡ്സ്മാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്കൽ ഗവൺമെന്റ് തലത്തില് എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഒംബുഡ്സ്മാൻ ഉള്ളത്. ഇറ്റ് ഈസ് എ ഹൈ പവർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ജുഡീഷ്യൽ dignitaries formed to check malfeasance in local governments in discharge of development functions. പ്രത്യേകിച്ച് ലോക്കൽ ബോഡി തലത്തിൽ എന്തെങ്കിലും കറപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ റേസ് ചെയ്യാം, നമുക്ക് റിഡ്രസൽ കൊടുക്കാം, അതിനെതിരെ നടപടി എടുക്കുന്നതായിരിക്കും. These are the institutional mechanisms to see in the local self-government institutions, അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ പഞ്ചായത്ത് രാജ് ബോഡീസിൽ നമ്മൾ കാണുന്ന ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ആണ് ഈ പറഞ്ഞ ബോഡീസ്. ദെൻ അതിലെടുത്ത് പറയേണ്ട ഒരു ബോഡിയാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, ബിക്കോസ് ദാറ്റ് ഈസ് റിലവന്റ് ടു അവർ കേരള എക്കണോമി. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ രൂപീകരണം നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ആക്ട് ആൻഡ് മുനിസിപ്പാലിറ്റി ആക്ട്, അവിടെയും ഇതിന്റെ രൂപീകരണത്തെ പറ്റി പറയുന്നുണ്ട്. പ്രധാനമായിട്ടും രണ്ട് ഒബ്ജക്റ്റീവ് ആണ് അതിനുള്ളത്. ഒന്ന്, നമ്മുടെ ലോക്കൽ ബോഡികളുടെ ഫണ്ടിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ പവറിനെ പറ്റി പഠിക്കുക. അതുപോലെ അതിനുശേഷം ടു മേക്ക് റെക്കമെൻഡേഷൻസ് ടു ദ ഗവർണർ. സോ ലോക്കൽ ബോഡിയുടെ ഫണ്ടിനെ പറ്റി പഠിക്കുക, എന്നിട്ട് ഗവർണർക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുക. ദാറ്റ് വാസ് ദ മെയിൻ objective of this finance commission. And ഈ പറഞ്ഞ ഫിനാൻസ് കമ്മീഷൻ is responsible for recommending the devolution of tax revenues of the state government to local bodies. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ റവന്യൂ വിഹിതം പഞ്ചായത്തിലേക്ക് കൊടുക്കുന്നതിന് റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബോഡിയാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞത്. സോ പറഞ്ഞോട്ടെ, പലപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ സംസ്ഥാന ഗവൺമെന്റ് ഫൈൻഡ് ചെയ്യണമെന്നില്ല. കാരണം സിമിലർ ടു ദ യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ, കേന്ദ്ര ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ബൈൻഡിങ് അല്ല. എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെന്റ് വേണേ നടപ്പിലാക്കാണ്ടിരിക്കാം. ദർ ഇസ് എ പ്രൊവിഷൻ ടു റിജക്ട് ഇറ്റ്. എന്ത് ചെയ്യാം, റിജക്ട് ചെയ്തിട്ട് വീണ്ടും രൂപീകരിക്കാം, വീണ്ടും റെക്കമെൻഡ് ചെയ്യാനായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യാം. ആൻഡ് ഇൻ കേസ് റിവൈസ് ചെയ്യുന്നില്ലെങ്കിൽ they can form a new commission. അങ്ങനെ പ്രൊവിഷനേ ഉള്ളൂ. നോക്കുമ്പോ ബൈൻഡിങ് എല്ലാം അറിഞ്ഞിരിക്കുക. ഈ പറഞ്ഞ കേന്ദ്ര ഫിനാൻസ് കമ്മീഷന്റെ ആയാലും സംസ്ഥാന ഫിനാൻസ് കമ്മീഷന്റെ ആണെങ്കിലും റെക്കമെൻഡേഷൻസ് ആർ നോട്ട് ബൈൻഡിങ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പറയുമ്പോൾ പലപ്പോഴും സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിക്കാറില്ല. പ്രത്യേകിച്ച് ഡെവല്യൂഷൻ ഓഫ് ഫണ്ടൊക്കെ പറയുമ്പോൾ അത് പലപ്പോഴും കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. നിലവിലായാലും ഫിഫ്ത് ഫിനാൻസ് കമ്മീഷൻ BA പ്രകാശ് ആണ് ഹെഡ് ചെയ്തത്. ആൻഡ് ഈ ഫിഫ്ത് ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞ പല ഡെവല്യൂഷനും എന്താണ് സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ചിരുന്നില്ല. ആൻഡ് യു ക്യാൻ സി ഇതിന്റെ റെക്കമെൻഡേഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ പറയുമ്പോൾ ഇറ്റ് റിവ്യൂ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് പഞ്ചായത്ത്. നമ്മുടെ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ഫിനാൻഷ്യൽ നിലവിലുള്ള സാമ്പത്തിക പൊസിഷൻ എന്ത് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു. എന്നിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എന്തുമാത്രം ടാക്സസ് ഇവർക്ക് ഡെവല്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നു. അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട ഗ്രാന്റുകളെ പറ്റി റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലോക്കൽ ബോഡികളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാനുള്ള മെഷേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെ ഏതൊക്കെ രീതിയിൽ
ഇവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാം, അതുപോലെ ഇവരുടെ ടാക്സ് പവേഴ്സ് ഇംപ്രൂവ് ചെയ്യാം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. ആൻഡ് റിഗാർഡിംഗ് ദ നേരത്തെ പറഞ്ഞതിനാണ് നമ്മുടെ പഞ്ചായത്തുകളുടെ ടാക്സിന്റെ ഡെവല്യൂഷൻ പറയുന്നു, എത്രമാത്രം സംസ്ഥാന ഗവൺമെന്റ് കിട്ടിയ ടാക്സ് റവന്യൂസിന്റെ എത്രമാത്രം ഈ പഞ്ചായത്തുകൾക്ക് ഡെവല്യൂട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 ഫണ്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡെവലപ്മെന്റ് ഫണ്ട്, ജനറൽ പർപ്പസ് ഫണ്ട്, അതുപോലെ മെയിൻ്റനൻസ് ഫണ്ട്. സോ ഈ 3 ഫണ്ടിങ് ഏത് രീതിയിലൊക്കെ നടക്കണം, ഏത് രീതിയിലായിരിക്കണം ഈ ഫണ്ടിങ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പഞ്ചായത്തുകൾക്ക് ഏതൊക്കെ ടാക്സുകൾ കളക്ട് ചെയ്യാൻ അധികാരമുണ്ട്, ഏതൊക്കെ ടാക്സുകൾ അവർക്ക് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ടാക്സ് അവർക്ക് അസൈൻ ചെയ്യണം എന്നൊക്കെ റെക്കമെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ കൺസോൾ ഫണ്ടിൽ നിന്ന് ഇവർക്ക് എത്ര ഗ്രാൻഡിൽ അനുവദിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യും. ആൻഡ് യു ക്യാൻ സി പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിയൊക്കെ ദേ ഹാവ് വേരിയസ് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ കപ്പാസിറ്റി ഉണ്ട്. ഇതിൽ പലപ്പോഴും പറയട്ടെ, ഈ പറഞ്ഞ പഞ്ചായത്ത് അവരുടെ നികുതി വരുമാനവും അല്ലെങ്കിൽ ടാക്സ് പവേഴ്സും അതുപോലെ നോൺ ടാക്സ് പവേഴ്സും പലപ്പോഴും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നില്ല. ആൻഡ് അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു മിനിറ്റ്. യു ക്യാൻ സി നമ്മുടെ പഞ്ചായത്തിന് ഈ പറഞ്ഞ ടാക്സ് റവന്യൂ കൂടാതെ നോൺ ടാക്സ് റവന്യൂ കൂടാതെ ഏതൊക്കെ രീതിയിൽ ഫണ്ട് മൊബിലൈസ് ചെയ്യാം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗ ദ പഞ്ചായത്ത് ക്യാൻ യൂട്ടിലൈസ് ദ ഫണ്ട് ലൈക്ക് സ്പോൺസർഷിപ്പ്, അതുപോലെ CSR ഫണ്ടിങ് ഒക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നോക്കുമ്പോ പഞ്ചായത്തുകളെ സ്വയം പര്യാപ്തമാക്കുക, അതാണ് ഫിനാൻസ് കമ്മീഷന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. കാരണം സംസ്ഥാന ഗവൺമെന്റ് ഫണ്ടിങ്ങിനെ മാത്രം നോക്കിയിരിക്കാതെ, കാരണം പലപ്പോഴും ഫണ്ട് കുറവാണ് കിട്ടുന്നത്, ആ ഫണ്ടിങ് കിട്ടുന്നുമില്ല. സോ അത് നോക്കിയിരിക്കാതെ എന്ത് ചെയ്യുക, സ്വയം പര്യാപ്തമാകുക. അവർക്കുള്ള ടാക്സ് റവന്യൂസ്, നോൺ ടാക്സ് റവന്യൂസ് ലോഡ് ഓൺ ചെയ്യുക, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അസസ് ചെയ്യുക, കളക്ട് ചെയ്യുക, ടാക്സ് കളക്ഷൻ ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഫണ്ടിങ് കോർപ്പറേറ്റ് സോഷ്യൽ CSR ഫണ്ടിങ് വഴിയും അതുപോലെ സ്കോളർഷിപ്പ് വഴിയും ഡിഫറെന്റ് ഫണ്ടിങ് എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. ഇപ്പൊ നോക്കുമ്പോൾ നമ്മുടെ കിറ്റെക്സിന്റെ ഫണ്ടിങ് ഉണ്ടല്ലോ, CSR ഫണ്ടിങ്, കിഴക്കമ്പലത്ത് ധാരാളം CSR ഫണ്ടിങ് കിട്ടുന്നുണ്ട്. അവിടെയുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലെവലില് 2020 ഒരു പഞ്ചായത്തുണ്ട്, 2020 ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയാണ് കിഴക്കമ്പലം എന്ന പഞ്ചായത്ത് റൂൾ ചെയ്യുന്നത്. അവർക്ക് കിറ്റെക്സിന്റെ ധാരാളം CSR ഫണ്ടിങ് ലഭിക്കുന്നുണ്ട്. ആൻഡ് അതുവഴി ഡിഫറെന്റ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി അവര് നടന്നുണ്ട്. അതുപോലെ തന്നെ യു ക്യാൻ സി ദേ ക്യാൻ റൈസ് ഫണ്ട്സ് ഫ്രം വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ വിപണിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, ഡിഫറെന്റ് ഫണ്ട് മൊബിലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, കുറച്ചു കാലം മുന്നേ ഉണ്ടായിരുന്നതാണ് മുനിസിപ്പൽ ബോഡീസ് ബോണ്ടുകൾ വഴി, നമ്മുടെ സംസ്ഥാന സർക്കാർ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന പോലെ മുനിസിപ്പൽ ബോഡീസ് എന്ത് ചെയ്യുക, ഫണ്ട് മൊബിലൈസ് ചെയ്യാനായിട്ട് മുനിസിപ്പൽ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യാൻ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. മുനിസിപ്പൽ ബോണ്ട്സ് സ്റ്റേറ്റ് ലെവലിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ പല സംസ്ഥാനത്തിലെയും മുനിസിപ്പൽ ബോഡീസ്, ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ പോലുള്ള ബോഡീസ്, they propose to launch municipal bonds to raise funds from the market. അങ്ങനെ ഡിഫറെന്റ് രീതിയിൽ ഫണ്ട് മൊബിലൈസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ നമ്മുടെ ഡിഫറെന്റ് പ്രോഗ്രാംസ്, സ്കീംസ് അതെല്ലാം കൺവേർട്ട് ചെയ്യാനായിട്ട് ഡിഫറെന്റ് ഇനിഷ്യേറ്റീവ്സ് റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. സോ പൊതുവെ ഈ പറഞ്ഞ ഫണ്ടിങ് ഇംപ്രൂവ് ചെയ്യാനാണ് എയിം ചെയ്യുന്നത്. So this was the proposal of the 5th Finance Commission. നമ്മുടെ 5ാമത്തെ ധനകാര്യ കമ്മീഷന്റെ പ്രപ്പോസൽ ആണ് റിഗാർഡിംഗ് ദ ഡെവല്യൂഷൻ ഓഫ് വേരിയസ് ഫണ്ട്സ്. നമ്മുടെ ജനറൽ പർപ്പസ് ഫണ്ട്, മെയിൻ്റനൻസ് ഫണ്ട്, ഡെവലപ്മെന്റ് ഫണ്ട് എന്നീ 3 ഫണ്ടുകളുടെ ഡെവല്യൂഷൻ ആണ് പറയുന്നത്. സോ ജനറൽ പർപ്പസ് ഫണ്ട് പൊതുവായിട്ടുള്ള ഫണ്ടാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ പൊതുവായ ഭരണത്തിന് ആവശ്യമായ
ഫണ്ടാണ് ജനറൽ പർപ്പസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. പൊതുവായ ഭരണത്തിന് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ പൊതുവായ ചെലവിന് വേണ്ടിയാണ് ജനറൽ പർപ്പസ് ഫണ്ട് പൊതുവെ ഉപയോഗിക്കുന്നത്. മെയിൻ്റനൻസ് ഫണ്ട് എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ പഞ്ചായത്തിന്റെ ബിൽഡിങ് സപ്പോസ് എന്തെങ്കിലും മോഡ് പിടിപ്പിക്കണം, അല്ലെങ്കിൽ പെയിന്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം, എന്തെങ്കിലും മെയിൻ്റനൻസ് പർപ്പസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യാം, ദേ ക്യാൻ യൂട്ടിലൈസ് ദിസ് മെയിൻ്റനൻസ് ഫണ്ട്. ദെൻ ദർ ഈസ് ഡെവലപ്മെന്റ് ഫണ്ട്. സോ ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, വികസന പ്രവർത്തനങ്ങളാണ്. അത് നമ്മുടെ പ്ലാൻ ഔട്ട്ലേ ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ ഇതില് ഫസ്റ്റ് 2 ഫണ്ടുകൾ ജനറൽ പർപ്പസ് മെയിൻ്റനൻസ് ഫണ്ടും സ്റ്റേറ്റ് റവന്യൂ അടിസ്ഥാനത്തിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ഫണ്ട് പ്രധാനമായിട്ടും സ്റ്റേറ്റിന്റെ പ്ലാൻ ഔട്ട്ലേ ഉണ്ടല്ലോ, സംസ്ഥാനത്തിന്റെ പ്ലാൻ ഔട്ട്ലേ ഉണ്ട്, അത് ബന്ധപ്പെട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. മെയിൻ്റനൻസ് ഫണ്ട് പറയുമ്പം പലരുടെ എണ്ണമാണ്. ഇപ്പം സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, സ്കൂളുകളൊക്കെ പറയുമ്പോൾ അവർക്ക് എല്ലാ വർഷവും മെയിൻ്റനൻസ് ഗ്രാന്റ് കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പെയിന്റിങ്ങിനും അല്ലെങ്കിൽ ഈ സ്കൂളുകളിൽ മുന്നേ ആയിട്ട് എന്തെങ്കിലും പൊട്ടിപ്പൊട്ടുണ്ടെങ്കിൽ ഒക്കെ ശരിയാക്കാനും ഒക്കെ ആയിട്ട് എന്താ ഗെറ്റ് മെയിൻ്റനൻസ് ഗ്രാന്റ്. അതുപോലെ ഈ പറഞ്ഞ പഞ്ചായത്തിന് എന്താ ഇതുപോലെ ഫണ്ട് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്നു. ഇതില് ഡെവലപ്മെന്റ് ഫണ്ട്സ് ലോക്കൽ ബോഡിക്ക് അലോക്കേറ്റ് ചെയ്യുമ്പോൾ 3 മേഖലകളാണ് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. സോ വെൻ ദ ഡെവലപ്മെന്റ് ഫണ്ട്സ് ആർ അലോക്കേറ്റഡ് ടു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ്, 3 ടയേഴ്സിലാണ്, 3 ടയറുകളിലാണ് ഇത് അലോക്കേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഫോർ ജനറൽ സെക്ടർ, ദെൻ ഷെഡ്യൂൾ കാസ്റ്റ് സബ് പ്ലാൻ, ട്രബിൾ സബ് പ്ലാൻ എന്നിങ്ങനെ 3 മേഖലയായിട്ടാണ് ഇത് ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. സോ ഡെവലപ്മെന്റ് ഫണ്ട് നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ജനറൽ സെക്ടർ, ദെൻ ഷെഡ്യൂൾ കാസ്റ്റ് സബ് പ്ലാൻ, ദെൻ ട്രൈബൽ സബ് പ്ലാൻ എന്നിങ്ങനെ 3 ഹെഡ്സിലാണ് ഗവൺമെന്റ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. എന്തുവേണ്ടിയാണ് ഞാൻ അലോക്കേറ്റ് ചെയ്യുന്നത്? മെയിൻലി സെപ്പറേറ്റ്ലി ഫണ്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതത് മേഖലയ്ക്ക് കൃത്യമായ ഫോക്കസ് എന്ത് ചെയ്യാം കൊടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഷെഡ്യൂൾ കാസ്റ്റ്, ട്രൈബൽ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് എന്താ കൃത്യമായ ഒരു ടാർഗറ്റ്, അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫണ്ടിങ് അവർക്ക് ലഭിക്കുമെന്ന് എന്ത് ചെയ്യാം ഉറപ്പുവരുത്താൻ കഴിയും. അതാണ് ട്രൈബൽ സബ് പ്ലാൻ, ഷെഡ്യൂൾ കാസ്റ്റ് സബ് പ്ലാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ബിലോ ഈസ് ദ ടയർ ബേസ് യൂട്ടിലൈസേഷൻ അഗേൻസ്റ്റ് ദ ബഡ്ജറ്റ് അമൗണ്ട്. സോ നമ്മുടെ ഡെവലപ്മെന്റ് ഫണ്ട് ഓരോ ടയേഴ്സ് ഓഫ് ലോക്കൽ ഗവൺമെന്റും ഉപയോഗിച്ചതാണ് പറയുന്നത്. സോ ഗ്രാമപഞ്ചായത്ത് പറയുമ്പോൾ കൊടുത്ത എമൗണ്ടിന്റെ 90.48% ആണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും എന്താണ് there is incomplete utilization of ഫണ്ട്. ഫണ്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നില്ല, യൂട്ടിലൈസ് ചെയ്യുന്നില്ല നമുക്ക് കാണാം. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഇവിടെ എല്ലാം എന്താണ് there is the incompleteness in the usage of funds allocated. അതുപോലെ തന്നെ റിഗാർഡിംഗ് ദ ടോട്ടൽ ഡെവലപ്മെന്റ് ഫണ്ട്, നമ്മുടെ ലോക്കൽ ബോഡിക്ക് കിട്ടുന്ന ടോട്ടൽ ഡെവലപ്മെന്റ് ഫണ്ടില് they need to specify or they need to kept aside a certain portion of fund for various category of people. For example, കിട്ടുന്ന ഫണ്ടിന്റെ 10% വുമൺ കോമ്പണന്റ് പ്ലാന് വേണ്ടി മാറ്റി വെക്കണം. അതുപോലെ 5% വെൽഫെയർ ഓഫ് ചിൽഡ്രൻ, ഡിഫറെന്റ്ലി ഏബിൾഡ്, ട്രാൻസ്ജെൻഡറിന് വേണ്ടി എന്ത് ചെയ്യണം വകയിരുത്തണം. അതുപോലെ 5% വെൽഫെയർ ഓഫ് ദ എൽഡർലി, പാലിയേറ്റീവ് കെയറിന് വേണ്ടി വകയിരുത്തണം. സോ നമ്മുടെ പഞ്ചായത്ത് അലോക്കേറ്റ് ചെയ്യുന്ന ഡെവലപ്മെന്റ് ഫണ്ട് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സെക്ഷനിലേക്കും എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ രീതിയിലൊരു ഹെഡ് ബേസ് അലോക്കേഷൻ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. വുമൺ കോമ്പണന്റ് പ്ലാന് വേണ്ടിയിട്ട് ഇത്ര ശതമാനം, ചൈൽഡിനും ഡിഫറെന്റ്ലി ഏബിൾഡിനും അതുപോലെ ട്രാൻസ്ജെൻഡറിന് വേണ്ടി ഇത്ര ശതമാനം, അതുപോലെ എൽഡർലിക്കും പാലിയേറ്റീവ് കെയറിനും ഇത്ര ശതമാനം എന്ന് സെപ്പറേറ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാക്കി മാറ്റി ചെലവാക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ സർക്കാർ പറയുന്ന മേഖലയിലേക്ക് മാത്രം എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ മേഖലയ്ക്ക് മിനിമം ഇത്ര ഫണ്ട് ചെലവാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാർജിനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഇംപ്രൂവ്മെന്റ് ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യും. സോ ദ 6th ഫിനാൻസ് കമ്മീഷൻ ഹെഡ് ചെയ്തിരിക്കുന്ന വ്യക്തി ശ്രീ SM വിജയാനന്ദ് ആണ്. സോ പേരറിഞ്ഞിരിക്കുക.
the current chairman of the 6th Finance Commission is SM Vijayanand ആണ്. And 5th ആണെങ്കിൽ Dr. B.A. Prakash. And 2022 നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് നൽകിയിരുന്നു. 2 റിപ്പോർട്ടാണ് പ്രധാനമായി കൊടുക്കുന്നത്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ 2 റിപ്പോർട്ട്സ് എന്ത് ചെയ്യാറുണ്ട്, ഗവർണറിന് സബ്മിറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് യു ക്യാൻ സി ഈ 2 റിപ്പോർട്ടിൽ ഫസ്റ്റ് റിപ്പോർട്ട് പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഡെവല്യൂഷനെ പറ്റി പറയുന്നതാണ്. എത്രമാത്രം ഫണ്ട് ഈ പറഞ്ഞ ലോക്കൽ ബോഡിക്ക് ഡെവല്യൂട്ട് ചെയ്യണം, അതുപോലെ ഏതൊക്കെ ടാക്സ് പവേഴ്സ് ഡെവല്യൂട്ട് ചെയ്യണം. സോ ദ ഫസ്റ്റ് റിപ്പോർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഇറ്റ് മെൻഷൻസ് അബൌട്ട് ദ ഡെവല്യൂഷൻ ഓഫ് ഫണ്ട് ഫ്രം സ്റ്റേറ്റ് ടു ലോക്കൽ ബോഡീസ്. ദ സെക്കൻഡ് റിപ്പോർട്ട് അത് എയിം ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് റിപ്പോർട്ട് എന്താ പറയുന്നത്, ഏതൊക്കെ രീതിയിൽ ഫണ്ട് എന്ത് ചെയ്യണം സംസ്ഥാനത്ത് നിന്ന് ലോക്കൽ ബോഡിയിലേക്ക് ഡെവല്യൂട്ട് ചെയ്യണം. സെക്കൻഡ് റിപ്പോർട്ടിൽ നമ്മുടെ ലോക്കൽ ബോഡിയിൽ നടത്തുന്ന ഇംപ്രൂവ്മെന്റ്സ്, അവരുടെ ഫിനാൻഷ്യൽ ഓട്ടോണമി ഇംപ്രൂവ് ചെയ്യാനുള്ള മെഷേഴ്സ്, അതല്ല അവരുടെ ഫിനാൻഷ്യൽ എംപവർമെന്റിനുള്ള മെഷേഴ്സ്, എഫിഷ്യൻസിക്ക് വേണ്ടിയുള്ള മെഷേഴ്സ്, ഇതൊക്കെയാണ് ഈ പറഞ്ഞ സെക്കൻഡ് റിപ്പോർട്ട് വരുന്നത്. പൊതുവായിട്ട് ദ അതർ ആസ്പെക്ട്സ് ഓഫ് ദ ലോക്കൽ ബോഡി അതായിരിക്കും സെക്കൻഡ് റിപ്പോർട്ടിൽ വരുന്നത്. ആൻഡ് യു ക്യാൻ സി നെക്സ്റ്റ് ഈസ് ദ 14th പ്ലാൻ ആൻഡ് ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡിയാണ്. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ 14th പ്ലാൻ, നമ്മുടെ 14ാമത്തെ പ്ലാനിന്റെ ഒബ്ജക്റ്റീവ് നോക്കുമ്പോൾ 2022 മുതൽ നമ്മുടെ കേരളത്തില് 14th പ്ലാൻ ആണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ 12th പ്ലാൻ അറിയാലോ, 12th പ്ലാൻ കാലാവധി 2012-17 ആയിരുന്നു. അത് കഴിഞ്ഞ് 13th പ്ലാൻ 2017-22 വന്നു. അത് കഴിഞ്ഞ് 14th പ്ലാൻ ആണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ 14th പ്ലാനിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് നോക്കുമ്പോൾ ടു അക്സിലറേറ്റ് ഗ്രോത്ത് ഓഫ് പ്രൊഡക്റ്റീവ് ഫോഴ്സസ് ഓഫ് എക്കണോമി, നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക ബേസ്ഡ് ഓൺ സയൻസ് ടെക്നോളജി, സ്കില്ല്, ഇന്നോവേഷൻസ്, ഇതെല്ലാം വഴി എന്ത് ചെയ്യുക, ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ സാമൂഹ്യ നിക്ഷേപം, സോഷ്യൽ വെൽഫെയർ, ജെൻഡർ ജസ്റ്റിസ്, ഇതൊക്കെ എന്ത് ചെയ്യുക ഉറപ്പുവരുത്താൻ 14th പ്ലാൻ എയിം ചെയ്യുന്നു. ആൻഡ് യു ക്യാൻ സി ഈ 14th പ്ലാനിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യേണ്ട പ്രയോറിറ്റി ഏരിയസ് പറയുന്നുണ്ട്. സോ ഇൻ ദ 14th പ്ലാൻ it recommends the priority areas to be focused by the local self-government as per the 14th plan. ഏഴെണ്ണോ പറയുന്നത്. The first one is local economic development. So നമ്മുടെ ലോക്കൽ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യേണ്ട 7 മേഖലകൾ അല്ലെങ്കിൽ 7 പ്രയോറിറ്റി ഏരിയാസ് നമ്മുടെ 14th പ്ലാൻ പറയുന്നുണ്ട്. അതിലൊന്നാണ് ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ്. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ ഗവൺമെന്റ് തലത്തിൽ ഓൺടർപ്രണർഷിപ്പ് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, സെൽഫ് എംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. സോ സ്വയം സംരംഭത്വം അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിലൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുന്ന ഇനിഷ്യേറ്റീവ് ലോക്കൽ ബോഡീസ് എടുക്കുക. അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് ഒക്കെ ലോക്കൽ ഗവൺമെന്റ് എടുക്കുക. ദ സെക്കൻഡ് ഈസ് എംപ്ലോയ്മെന്റ് ജനറേഷൻ. സോ ഈ പറഞ്ഞ ലോക്കൽ തലത്തിലുള്ള ആളുകൾക്ക്, എസ്പെഷ്യലി യൂത്തിന്, എഡ്യൂക്കേറ്റഡ് യൂത്തിന് എന്ത് ചെയ്യുക, എംപ്ലോയ്മെന്റ് ഉറപ്പുവരുത്തുകയാണ് അടുത്ത ഇനിഷ്യേറ്റീവ്. ആൻഡ് ഈ പറഞ്ഞ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഭാഗമായിട്ട് ഇറ്റ് റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് തൊഴിൽ സഭ. നമ്മുടെ ഗ്രാമസഭ പോലെ തൊഴിൽ സഭ എന്നൊരു ഇനിഷ്യേറ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലോക്കൽ ഗവൺമെന്റ് ഇപ്പോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ തൊഴിൽ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ബോഡി തലത്തിലുള്ള അല്ലെങ്കിൽ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തലത്തിലുള്ള യൂത്തിന് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ് എയിം ചെയ്യുന്നത്. And it is a micro level platform to identify job seekers on ward basis. വാർഡ് തലത്തിൽ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് കണ്ടെത്തുക, ആൻഡ് അവർക്ക് ജോലി കണ്ടെത്താൻ സഹായിക്കുക, അവർക്ക് വേണ്ട ജോലി അവസരങ്ങൾ ഒരുക്കുക. അതാണ് ഈ തൊഴിൽ സഭ എയിം ചെയ്യുന്നത്. സോ ദാറ്റ് വാസ് ദ സെക്കൻഡ് പ്രയോറിറ്റി. ദെൻ ഡോർ സ്റ്റെപ്പ് ഡെലിവറി, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ സർവീസുകൾ അത് ഈ പറഞ്ഞ വ്യക്തികൾക്ക് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഡോർ സ്റ്റെപ്പ് ഡെലിവറി അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ ഫോർത്ത് ഈസ് ലോക്കൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്ഷൻ.
സോ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്ഷൻ ഭാഗമായിട്ട് ലോക്കൽ ബോഡി തലത്തില് ഈച്ച് ലോക്കൽ ബോഡി നീഡ് ടു ക്രിയേറ്റ് an ആക്ഷൻ പ്ലാൻ. ഏത് രീതിയിൽ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാം, അതിനുവേണ്ടിയുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ SDG ഗോൾസ്, നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ലോക്കൽ ബോഡി തലത്തിൽ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നോക്കുമ്പോൾ ഗ്രാസ് റൂട്ട് ലെവലില് ഈ പറഞ്ഞ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അത് നേടാൻ വേണ്ടി എന്ത് ചെയ്യുക, ലോക്കൽ ബോഡീസ് ശ്രമിക്കുക. ദെൻ അർബനൈസേഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. സോ നമ്മുടെ ബ്രഹ്മപുരം ഇഷ്യൂ അറിയായിരിക്കുമല്ലോ, ബ്രഹ്മപുരം പ്ലാന്റ് ഇഷ്യൂ. അതിനുശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് ഉണ്ട് എന്തിന്, വേസ്റ്റ് മാനേജ്മെന്റിനാണ്. സോ അർബനൈസേഷൻ, ലോക്കൽ ബോഡി തലത്തില് അർബനൈസേഷനും അതുമൂലം ഉണ്ടാവുന്ന വേസ്റ്റ് മാനേജ്മെന്റും അത് കൃത്യമായിട്ടുള്ള പ്ലാനുകൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക. ഏത് രീതിയിൽ അതിനെ മാനേജ് ചെയ്യാം. അതുപോലെ സോഴ്സ് ലെവൽ സെഗ്രിഗേഷൻ, നമ്മൾ പറയത്തില്ലേ, ഈ പറഞ്ഞ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നിടത്ത് തന്നെ എന്ത് ചെയ്യുക, ഡീകമ്പോസിങ് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലെങ്കിൽ ബോട്ടിൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ വേസ്റ്റിനെ സെഗ്രിഗേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഡിഫറെന്റ് പ്ലാൻസ് അഡോപ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. സോ വീട്ടിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ വേസ്റ്റുകൾ കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പം അഴുകുന്ന വേസ്റ്റുകൾ ലൈക്ക് ഫുഡ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ എന്താ, അത് മിക്സ് ചെയ്ത് സെപ്പറേറ്റ് മാറ്റി വെക്കുക. പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിൽ സെപ്പറേറ്റ്, അതുപോലെ കുപ്പിയൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ്. സോ യു ഹാവ് ടു സെഗ്രിഗേറ്റ് ദ വേസ്റ്റ് സെപ്പറേറ്റ്ലി. അതിനുവേണ്ടിയുള്ള ഡിഫറെന്റ് പ്ലാൻസ് തയ്യാറാക്കുക. ദെൻ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് മൈക്രോ പ്ലാൻ പ്രിപ്പറേഷൻ. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പറഞ്ഞിരുന്നു എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ വേണ്ടിയിട്ട് ആ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്ലാന് അത് നടപ്പിലാക്കുന്ന റോൾ ആർക്കാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. നമുക്കറിയാം ഇമ്മീഡിയറ്റ് പ്ലാന്, ഇന്റർമീഡിയറ്റ് പ്ലാന്, ലോങ് ടേം പ്ലാൻ എന്ന ഡിഫറെന്റ് പ്ലാൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട് ടു റെഡ്യൂസ് ദ എക്സ്ട്രീം പോവർട്ടി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. സോ ദീസ് ആർ ദ priority areas to be focused by the local government as per the 14th 5-year plan in Kerala. Okay. And now you can see some of the achievements of local governments in Kerala. നമ്മുടെ കേരളത്തിലുള്ള ചില ലോക്കൽ ഗവൺമെന്റ് കിട്ടിയ അച്ചീവ്മെന്റ്സ് നോക്കാം. The first ചെറുതന ഗ്രാമപഞ്ചായത്ത് in Alappuzha was honored as the best child-friendly village panchayat in country. അതുപോലെ വിയപുരം ഗ്രാമപഞ്ചായത്ത് in Alappuzha secured top spot for self-sufficient infrastructure. Then Perimbadappu ഗ്രാമപഞ്ചായത്ത് in Malappuram has achieved second spot for its commendable effort in achieving water sufficiency. നോക്കൂ, നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ വന്ന ഇനിഷ്യേറ്റീവ്, ആ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയ അംഗീകാരമാണ് പറയുന്നത്. ചെറുതന ഗ്രാമപഞ്ചായത്ത് ചൈൽഡ് ഫ്രണ്ട്ലി വില്ലേജ് ആയി, വിയപുരം ഗ്രാമപഞ്ചായത്ത് സെൽഫ് സഫിഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള പഞ്ചായത്തായി, പെരുമ്പടപ്പ്, ദെൻ അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് ഇറ്റ് claimed the third position in the good governance category in India. Then Meenangadi Gram Panchayat, it awarded special accolade for the first carbon neutral initiative. So നമ്മുടെ മീനങ്ങാടി പഞ്ചായത്ത് കേരളത്തിൽ തന്നെ കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള വില്ലേജ് ആണ്. കാർബൺ ന്യൂട്രൽ എന്ന് വെച്ചാൽ എന്താ, ഒരു പഞ്ചായത്ത് ജനറേറ്റ് ചെയ്യുന്ന കാർബൺ എമിഷൻസ് ആ പഞ്ചായത്ത് അവിടെ ക്യാപ്ചർ ചെയ്യുന്നു. അതാണ് കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ. എമിഷൻ, എമിറ്റഡ് ആയിട്ടുള്ള എമിഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, ക്യാപ്ചർ ചെയ്യുന്നു. അതാണ് കാർബൺ ന്യൂട്രലിന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ്. സോ കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പഞ്ചായത്താണ് മീനങ്ങാടി പഞ്ചായത്ത്. ആൻഡ് ഈ പറഞ്ഞ മീനങ്ങാടി പഞ്ചായത്തിന് സ്പെഷ്യൽ അംഗീകാരം ഫോർ ദിസ് കാർബൺ ന്യൂട്രൽ ഇനിഷ്യേറ്റീവ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരുന്നു. സോ ദാറ്റ് വാസ് അബൌട്ട് ദ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് and devolution of power in Kerala.